സങ്കീർത്തകന്റെ പുസ്തകം 85-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: കർത്താവേ, അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു, യാക്കോബിന്റെ ഭാഗധേയം അവിടുന്ന് പുനഃസ്ഥാപിച്ചു. കർത്താവേ, അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു, യാക്കോബിന്റെ ഭാഗധേയം അവിടുന്ന് പുനഃസ്ഥാപിച്ചു. നമ്മളുടെ ദേശത്തോട് കാരുണ്യം കാണിക്കണമേ എന്ന് നമ്മൾ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കണം. യാക്കോബിൻ്റെ ഭാഗധേയം, അതായത് യാക്കോബിന് അവകാശപ്പെട്ട് ലഭിച്ചിരിക്കുന്നതെല്ലാം പുനഃസ്ഥാപിക്കണമേ എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് പുനഃസ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്? കാരണം തിന്മയുടെ ശക്തികൾ നിരന്തരം നമ്മളിലേക്ക്, പ്രത്യേകിച്ച് നമ്മളുടെ ദേശങ്ങളിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഒന്നാമതായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ചില കാലഘട്ടങ്ങളിൽ പൈശാചികത ചില ദേശങ്ങളിൽ വളരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ചിലപ്പോൾ ചില നാടുകളിൽ ആത്മഹത്യയുടെ ഒരു പ്രവണത ഒത്തിരി ഇങ്ങനെ കൂടി വരുന്നത് കാണാനായിട്ട് സാധിക്കും. ചില സ്ഥലങ്ങളിൽ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഒത്തിരിയേറെ അപകടങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ചില ദേശങ്ങളിൽ മദ്യപാനത്തിൻ്റെ അരൂപി വ്യാപരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ചില ദേശങ്ങളിൽ മയക്കുമരുന്നിൻ്റെ അരൂപി വ്യാപരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ചില ദേശങ്ങളിൽ കടുത്ത ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ അരൂപികൾ കടന്നു വരുന്ന മന്ത്രവാദവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യരിൽ നിറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമ്മൾ റിസർച്ച് ചെയ്യാനായിട്ട് പോകേണ്ട കാര്യമില്ല. മറിച്ച് ഇതൊക്കെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിരന്തരം നമ്മളുടെ കുടുംബങ്ങളും ആ കുടുംബങ്ങൾ സ്ഥാപിതമായ ദേശങ്ങളും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി വലിയ രീതിയിലുള്ള ബന്ധന പ്രാർത്ഥനകളോ അങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ സാധാരണ സഭയിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ജപമാല പോലുള്ള പ്രാർത്ഥനകൾ, പരിശുദ്ധ കുർബാന പോലുള്ള കൂദാശകൾ, അതുപോലെ തന്നെ കുംഭസാരം പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മളുടെ ദേശത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ദേശത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന യാക്കോബിൻ്റെ ഭാഗധേയം, അവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ താഴ്ന്നു പോകാൻ, ആ ദേശങ്ങളിൽ നമ്മൾ കഷ്ടതകളിലേക്ക് വീണു പോകാനൊക്കെ, സാമ്പത്തികമായ കഷ്ടതകളും ആത്മീയമായ കഷ്ടതകളും മാനസികമായ വ്യഥകളിലേക്കൊക്കെ വീണു പോകാൻ ഇടയാകും. ഇത് സ്വാഭാവികമായും പ്രകൃതിയാലും ഉള്ളതാണ്. ദൈവം അതനുവദിച്ചിട്ടുള്ളതാണ്. നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് വചനം നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് കേൾക്കാം: കർത്താവേ, അങ്ങയുടെ ദേശത്തോട് കാരുണ്യം കാണിച്ചു, അങ്ങ് കാരുണ്യം കാണിച്ചു, യാക്കോബിൻ്റെ ഭാഗധേയം അങ്ങ് പുനഃസ്ഥാപിച്ചു. നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം നമ്മളുടെ ദേശത്തോട് കാരുണ്യം കാണിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കുകയും യാക്കോബിൻ്റെ ഭാഗധേയം നിങ്ങളിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യട്ടെ. ആമേൻ.